Hi friends, welcome to our channel Formatic. നമുക്ക് വാറന്റി പീരീഡ് ഇപ്പൊ കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ പ്രൈസിംഗിലോട്ടൊന്ന് ഓക്കെ നമുക്ക് നോക്കാം. അപ്പം അതിന്റെ LXI എന്ന് പറഞ്ഞ പ്രൈസ് വരുമ്പോഴത്തേക്കും അതിന്റെ എക്സ്ഷോറും പ്രൈസ് വരും. ഹിൽ ഹോൾഡ് അസിസ്റ്റ് എല്ലാ വേരിയന്റിലും വരുന്നുണ്ട്. നേരത്തെ അതില്ലായിരുന്നു. മാരുതി വാഹനങ്ങളുടെ പരാതി അതായിരുന്നു. ബാക്കിലെ ഡോറിന് ടാക്സിക്കാർക്കാണ് കൂടുതലായിട്ടൊരു പ്രശ്നം വന്നുകൊണ്ടിരുന്നത്. ഇതുപോലെ അകത്തും തുറക്കാൻ പറ്റുന്നില്ല. എക്സ്ഷോറും പ്രൈസ് ആണ് ഞാൻ പറയുന്നത്. ഇപ്പം നമുക്കിപ്പോ അതിലുള്ള വ്യത്യാസങ്ങൾ നമ്മളിപ്പോ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനകത്ത് കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു. VXI തൊട്ടാണ് നമുക്ക് ഇതിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റ് കിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ VXI മാനുവലും VXI ഓട്ടോമാറ്റിക്കും തമ്മിൽ ഏകദേശം ഒരു 52,000 രൂപയുടെ വ്യത്യാസങ്ങൾ നമുക്ക് വരുന്നു. 90% ആൾക്കാർ പറയുന്നത് 24-24.5 ആ റേഞ്ചിൽ വന്നിട്ടുണ്ട്. വണ്ടി ഇറങ്ങിയിട്ട് അധികം നാളെ ആയിട്ടില്ല. അപ്പൊ ഫസ്റ്റ് സർവീസ് പോലും ആകാതെയാണ് കസ്റ്റമർ അത്രയും പറയുന്നത്. ഞങ്ങൾ എന്തായാലും എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മാരുതിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ എപ്പിക് സ്വിഫ്റ്റ് ആണ്. 4th ജനറേഷൻ സ്വിഫ്റ്റ് ആണ്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നമുക്ക് ബിനോദ് സാറിനെ വിളിക്കാം. ഹായ് സാർ. നമുക്ക് ഇപ്പോൾ 2023 കഴിഞ്ഞു, 23 മോഡൽ കഴിഞ്ഞ് 2024 ഒരു എന്താ പറയുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു മോഡൽ സ്വിഫ്റ്റ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. കമ്പനി ഇപ്പോൾ ഏറ്റവും പുതിയ വണ്ടി കൊണ്ടുവന്നിരിക്കുന്നതിൽ പഴയ വണ്ടിയും പുതിയ വണ്ടിയും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങളെന്ന് പറയാം. വ്യത്യാസങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ മാരുതി വാഹനങ്ങൾക്ക് ആദ്യം പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ അതിനൊരു എന്താ പറയുക ഒരു പോയിന്റ്സുകൾ ടച്ച് ചെയ്താൽ പോരുന്നത്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെമോൺസ്ട്രേഷൻ തുടങ്ങുന്നത് വെച്ചാൽ FIRSST, അതായത് ഫസ്റ്റ് എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. FIRSST എന്ന് പറയുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് വരികയാണ്. F എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രണ്ട്, പിന്നെ ഉള്ളത് ഇന്റീരിയർ, റിയർ, സീറ്റ്, സേഫ്റ്റി, ടെക്നോളജി, അങ്ങനെയാണ് വരുന്നത്. അതെ. അപ്പൊ നമ്മളിപ്പോ ഫ്രണ്ട് വശം ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇപ്പൊ തുടങ്ങുകയാണെങ്കിൽ പഴയ വണ്ടിയും പുതിയ വണ്ടിയായിട്ടുള്ള വ്യത്യാസം തന്നെ എന്ന് വെച്ചാൽ ബോണറ്റിൽ നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. ഫ്രണ്ട് ലുക്കിൽ തന്നെ. അതെ. അപ്പൊ അത് ജസ്റ്റ് ഇപ്പൊ ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നേരത്തെ സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് കുറച്ച് ഒരു കർവ് വരുത്തിയിട്ടുള്ള ബോണറ്റാണ് ഇപ്പൊ ഇപ്പോഴത്തെ വരുന്നത്. പിന്നെ ഇത്രയും പോർഷനിലേക്ക് ലോഗോ മേളിലേക്ക് കയറി, ഗ്രില്ലിൽ നിന്ന് ലോഗോ മേളിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ സൈഡിൽ ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൽ തന്നെ ഇപ്പം ZXI തൊട്ടാണ് ഇപ്പൊ ഇത് ZXI ആണ് നമ്മുടെ വാഹനം നമ്മളിപ്പോ കാണിക്കുന്നത്. അപ്പൊ ZXI ആകുമ്പോഴത്തേക്ക് ZXIയിൽ നമുക്ക് DR വരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ താഴത്തേക്കുള്ളതിന് നമുക്ക് അത് പാർക്കിംഗ് ലൈറ്റ് അങ്ങനെ മാത്രമേ വരുള്ളൂ. അപ്പം ഇതിനകത്ത് പ്രൊജക്ടർ LED ഹെഡ്ലൈറ്റും നമ്മുടെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ബേസ് മോഡൽ തൊട്ടുണ്ട് പ്രൊജക്ടർ ഹാലജൻ ആയിരിക്കുന്നേ ഉള്ളൂ. ZXI തൊട്ട് LED ആയിരിക്കും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോഗ് ലാമ്പ് ഉള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ZXIയിൽ ഫോഗ് ലാമ്പ് വരുന്നില്ല. ZXI പ്ലസിലേക്കാണ് ഫോഗ് ലാമ്പ് വരുന്നത്. പിന്നെ മെയിൻ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് കാണുമ്പോൾ ആ ഗ്രില്ലിന്റെ ഒരു വ്യത്യാസം നേരത്തെ ഹണി കോമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 4th ജനറേഷൻ ആണല്ലോ വരുന്നത്. അപ്പൊ ഇപ്പൊ ഈ ഗ്രില്ല് എന്ന് പറഞ്ഞാൽ ഗ്ലോസി ബ്ലാക്കിന്റെ ആണ് നമുക്ക് ആഡ് ചെയ്ത ഏറ്റവും ന്യൂ ഷേപ്പ് ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് നമ്പർ പ്ലേറ്റും കാര്യങ്ങളും ചെയ്യാൻ ഫിക്സ് ചെയ്യാനുള്ള അത്യാവശ്യം വലിപ്പത്തിൽ വലിയൊരു എയർ ഡാമ്പർ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്രണ്ട് FIRSലെ F എന്ന് പറയുന്ന ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്. സൈഡ് വ്യൂയിലേക്ക് പോവാം. സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇത് കണ്ടില്ലേ, ഫ്രണ്ടിൽ നിന്ന് വരുന്ന ഒരു ക്യാരറ്റ് ലൈൻസ് അങ്ങ് പുറകുവശം വരെ ഉണ്ട്. ക്യാരറ്റ് ലൈൻസ് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ORVM വരുന്നുണ്ട്. മിറർ അത് ഇതിപ്പം നമുക്ക് ZXI ആണ്. ഇത് VXI മോഡലുമാണ്. നമുക്ക് VXI ഓപ്ഷണൽ മോഡലാണ്. അതെ. അതിനകത്ത് നമുക്ക് ഓട്ടോ ഫോൾഡിങ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് നമുക്ക് അകത്തുനിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം.
പിന്നെ ഫോൾഡിങ്ങും ചെയ്യാം. ഇത് VXA ഓപ്ഷനിലുണ്ട്, നമുക്ക് ഫോൾഡിങ്ങും ചെയ്യാം. പിന്നെ റിക്വസ്റ്റ് സ്വിച്ച് വരുന്നുണ്ട് ഇതിനകത്ത്. കീലെസ് എൻട്രി ആണ്, അതുകൊണ്ട് റിക്വസ്റ്റ് സ്വിച്ച് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നേരത്തെ പില്ലറിലുണ്ടായിരുന്ന ഡോർ ഹാൻഡിൽ ഡോറിലേക്ക് മാറി. അതെ, നേരത്തെ പില്ലറിലായിരുന്നു, അത് ഡോർ ഹാൻഡിലേക്ക് നമുക്ക് ഡോറിലേക്ക് മാറി. ഞാൻ യൂസ് ചെയ്യുന്ന ബീറ്റിലും അങ്ങനെയായിരുന്നു. അതെ, അപ്പം നമുക്ക് അതാണിപ്പോൾ വരുന്നത്. പിന്നെ ബ്ലാക്ക് ഫിനിഷ് കൂടെ, പിയാനോ ബ്ലാക്ക് എലമെന്റ് വന്നിട്ടുണ്ടല്ലേ? അതെ, അതുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ZXA ആയതുകൊണ്ട് നമുക്ക് സിൽവർ കളറിലെ അലോയ് വീലാണ്. നമുക്ക് 15 ഇഞ്ചിന്റെ 15 ഇഞ്ചിന്റെ അലോയ് വീലാണ് നമുക്ക് ഇതിനകത്ത് ഓൾറെഡി വരുന്നുണ്ട്. ഓക്കെ, ടോപ്പ് എൻഡ് വരുമ്പോൾ ഡ്യുവൽ കളർ ആയിരിക്കും വരുന്നത്. ഡയമണ്ട് കട്ട് അലോയ്. പിന്നെ VXA ഓപ്ഷണൽ എന്ന് പറയുന്ന മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് വ്യത്യാസം VXA ആയിട്ടുണ്ട്. നമുക്ക് ഇതാകുമ്പോഴത്തേക്കും സുസുക്കി കണക്ട് ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഇത് VXA ഓപ്ഷണൽ മോഡലാണ്. ഇതിനകത്ത് കുറച്ച് ആക്സറീസ് എക്സ്ട്രാ ഫിറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ അല്ലാതെ എടുത്തിട്ട്. അതെ, ഇതിനകത്ത് വന്നിരിക്കുന്നത് വെച്ചാൽ സുസുക്കി കണക്റ്റും പിന്നെ മിറർ ഓട്ടോ ഫോൾഡിങ്, ഇതൊക്കെ വെച്ചാൽ VXA ഓപ്ഷനിലാണ് വരുന്നത്. ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇപ്പം ZXA ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം VXA തൊട്ട് ഇങ്ങോട്ടേക്ക് നമുക്ക് ഡീഫോർഗും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം റിവേഴ്സ് വൈപ്പർ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് ടെയിൽ ലാമ്പിലേക്ക് നീളത്തിൽ വരുന്ന ഒരു ക്യാരക്ടർ ലൈൻ അത് വരുന്നുണ്ട്. ഫുള്ള് സർക്കുലർ ആയിട്ട് തന്നെ നിൽക്കുമെന്ന് പറയാം ഏകദേശം. അതെ. പിന്നെ ടെയിൽ ലാമ്പ് നോക്കിയാൽ തന്നെ അറിയാം, പഴയതിനേക്കാൾ അപേക്ഷിച്ച് നേരത്തെ C ഷേപ്പ് അത് ഇതായിരുന്നു. നേരെ വിപരീതമായിട്ട് അത് ഷാർപ്പ് ആക്കിയിട്ടുണ്ട്. അതായത് സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നു അത് ഷാർപ്പായിട്ട് നിൽക്കുകയാണ്. അടിമുടി മൊത്തത്തിൽ മാറ്റം വന്നിരിക്കണം. അത് വെച്ചാൽ ഇത് മുഴുവൻ LED ആയി. നേരത്തെ ബൾബും വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ വൈഡ് ആയിട്ടുള്ള റിയർ ബമ്പർ വരുന്നുണ്ട്. അതിൽ തന്നെ സെൻസർ ഇൻബിൽറ്റ് ഉണ്ടാവും. സെൻസർ ഉണ്ട്. അത് ബേസ് മോഡലോട്ടുണ്ട്. അത് പാർക്കിംഗ് സെൻസർ ഉണ്ട്. അതെ, മാൻഡേറ്ററി ആണ് ഇപ്പം. അപ്പൊ അതുകൊണ്ട് പാർക്കിംഗ് സെൻസർ ഇൻബിൽറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിപ്പം ZXA ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഡിക്കി ഓപ്പണിംഗിന്റെ റിക്വസ്റ്റ് സ്വിച്ചും കാര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ട് അകത്തുനിന്നല്ലാതെ തന്നെ നമുക്ക് തുറക്കാൻ പറ്റും. ഇതിലേക്ക് നോക്കിയാൽ നമുക്കിപ്പം ഡിക്കിയിൽ പറയാനായിട്ടാണെങ്കിൽ നമുക്കിപ്പോ 265 ലിറ്റർ ഡിക്കി സ്പേസ് വരുന്നുണ്ട്. നേരത്തെ പഴയ മോഡൽ 268 ആയിരുന്നു, ഇപ്പൊ 265 ആയി. ആ 3 ലിറ്റർ കുറച്ച് വേറൊന്നുമല്ല, നമുക്ക് കുറച്ചുകൂടെ ലെഗ് റൂമിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അത്രയും കൂടെ സ്പേസ് വരുന്നത്. കുറച്ചുകൂടെ ഇതാക്കി അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ ഇതിൽ താഴെ തന്നെയാണ് ഇതിന്റെ സ്പെയർ വീല് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. സ്പെയർ വീല് കൊടുക്കുന്നുണ്ട്. സ്പെയർ വീല് നമുക്ക് മാരുതിക്ക് ഇപ്പോഴും നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ കോമ്പറ്റീറ്റർ ആയിട്ട് വരുന്ന പല വാഹനങ്ങളിലും ഇല്ല. അതിപ്പോ പഞ്ചർ കിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ഇപ്പൊ ടൂൾ കിറ്റ്, വാർണിംഗ് ട്രയാങ്കിള്, അതെല്ലാം കാര്യങ്ങളുണ്ടാവും. ഇതിന്റെ ജാക്കി വന്നിട്ട് ഇത് 14 ഇഞ്ചാണ് ഇത് വരുന്നത് അല്ലേ? നമുക്കിത് 14 ഇഞ്ചാ വരുന്നത് നോർമലി. അലോയ് വീൽ അല്ലാത്തതുകൊണ്ടാണ്, സ്പെയർ ആയിട്ടാണല്ലോ. വെഹിക്കിളിന്റെ ജാക്കിയും കാര്യങ്ങളും ഇതിനകത്താണ് വരുന്നത്. ജാക്കി ഇരിപ്പുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് സസ്പെൻഷൻ, ഇത് നമുക്ക് ടോർഷൻ ബീമും ഫ്രണ്ടിലത്തെ മാക്ബസ്റ്റർ സ്റ്റാർട്ടും ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് ഇതിനകത്ത് അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. 60/40 ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. നമുക്കിത് പാർസൽ ട്രേയും നമുക്ക് എടുത്ത് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അർത്ഥം സീറ്റ് അതിൻ്റെ ഹെഡ് റെസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് അതങ്ങോട്ട് മറിഞ്ഞ് വീഴാത്തത്. നമുക്കതുകൂടെ ഉണ്ടെങ്കിൽ നേരെ ബെഡ് പോലെ അങ്ങ് കിടക്കും. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ലഗേജ് നമുക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്ത് എടുക്കാൻ പറ്റും. വിസിബിലിറ്റി ഇപ്പം നൈറ്റിലാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റ് സ്വിച്ചും കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കിറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. കുട്ടികളെ ഇരുത്തി കഴിയുമ്പോഴത്തേക്കും അവരുടെ ആങ്കർ ബോൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്കിവിടെ ഒരു ചൈൽഡ് സീറ്റിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള ആങ്കർ ബോൾട്ട് ചെയ്യാനുള്ളതാണ്. ആ രണ്ട് സൈഡിൽ നമുക്കിപ്പോൾ പുതിയ മോഡലുകൾ എല്ലാ വണ്ടികളിലും ഇപ്പോൾ വരുന്നുണ്ട്. അതെ, ഹെഡ് റെസ്റ്റിങ്, ഹൈറ്റ് അഡ്ജസ്റ്റിങ് നമുക്ക് വരുന്നുണ്ട്. അത് അഡ്ജസ്റ്റബിൾ ആണ്, നമുക്ക് ഹൈറ്റ് കൂട്ടുക കുറയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. സസ്പെൻഷൻ വരുന്നത് ഫ്രണ്ടിലത്തെ മാക്ബസ്റ്റർ സ്റ്റാർട്ടും ബാക്കിലത്തെ ടോർഷൻ ബീമും അങ്ങനത്തെ സസ്പെൻഷനാണ് വരുന്നത്. അതുകൊണ്ട് യാത്രാ സുഖം ഉണ്ടാവും, കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും യാത്ര. വണ്ടി ഇപ്രാവശ്യം വെയിറ്റ് കൂടിയിട്ടുണ്ട്. വെയിറ്റ് ഒരു കുറച്ചുകൂടെ വെയിറ്റ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ നീളം ഒരു 15 മില്ലിമീറ്റർ കൂട്ടിയിട്ടുണ്ട് വണ്ടി. അതൊക്കെ നമുക്ക് ലെഗ് സ്പേസിൽ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഞാനിരിക്കാനുള്ള ഞാനിരുന്ന് സെറ്റ് ചെയ്തിട്ടാണ് ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങി ബാക്കിലോട്ട് വന്നത്. ഫ്രണ്ടിൽ നല്ല സ്ഥലം ഉണ്ടായിരുന്നു. ബാക്കിൽ ഞാൻ പിന്നെ സീറ്റൊന്നും മാറ്റിയിട്ടില്ല. ഞാൻ 6 ഫീറ്റ് ഉണ്ട്, പക്ഷേ എനിക്ക് നല്ല സൂപ്പറായിട്ടിരിക്കുക. നല്ല ലെഗ് റൂം നമുക്ക് മാക്സിമം കിട്ടിയിട്ടുണ്ട്. ആ 3 ലിറ്റർ ബൂട്ട് സ്പേസിൽ പോയതും പിന്നെ വണ്ടിയുടെ 15 മില്ലിമീറ്ററോളമെങ്കിലും
നീളം കൂടുതലായിട്ടുള്ളത് നമുക്ക് ഇവിടെ തന്നെ അത് കിട്ടിയിട്ടുണ്ടത്. അത് വളരെ സന്തോഷമുണ്ട്. ഹെഡ് റൂം അത്യാവശ്യം നല്ല ഹെഡ് റൂമാണ്. കാരണം ഇനിയും സ്ഥലമുണ്ട്. ഇതേ നോക്കുക, ഒരു 5 വിരലൂടെ അത്രയും കൂടെ ഹൈറ്റ് ഇനിയും മിച്ചമുണ്ട്. അത്യാവശ്യം നല്ല ഹെഡ് റൂമാണ്. എനിക്ക് തോന്നുന്നു ഗ്ലാസ് അടച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫുള്ള് വിസിബിലിറ്റി ആകും. അതെ, ഫുള്ള് വിസിബിളാണ്. ഒരു കുഴപ്പമില്ല. എനിക്ക് വിഷൻ കട്ടാകുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, പ്രോബ്ലംസ് ഒന്നുമില്ല. വളരെ അത്യാവശ്യം നല്ല സുഖകരമായിട്ടിരിക്കാം. സെൻട്രൽ കൺസോൾ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ? നമുക്കിപ്പോൾ ഇതിപ്പോൾ ZXA എന്ന് പറഞ്ഞല്ലോ. ZXA ആണെങ്കിൽ നമുക്ക് 17.78 സെൻറ്റിമീറ്ററിൻ്റെ നമുക്ക് മ്യൂസിക് സിസ്റ്റം, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട് ഇതിനകത്ത്. അത്യാവശ്യം നമുക്ക് മാരുതിയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മ്യൂസിക് സിസ്റ്റം തന്നെയാണ് വരുന്നത്. അതിന് 4 സ്പീക്കറും കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻബിൽറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ സെൻട്രൽ കൺസോളിൽ നമ്മുടെ AC-യുടെ ഓട്ടോ AC അങ്ങനെയുള്ള അതിൻ്റെ ബട്ടണൊക്കെ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളതാക്കി നേരത്തേനേക്കാളും ബെറ്റർ ആക്കിയിട്ടുണ്ട്. ഇത് എനിക്ക് കണ്ടപ്പോൾ ഓർമ്മ വന്നത് ബലേനോയിൽ കയറിയിരുന്നത്. അത് തന്നെ ബലേനോയുടെ ഒരു ഇത് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിനകത്ത് ഇപ്പം വയർലെസ് ചാർജർ അങ്ങനെയുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഓക്കെ അതെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ എന്ന് പറയുമ്പോൾ ചാർജിങ് ആണ്, ഗ്രീൻ ആകുമ്പോൾ ഫുൾ ചാർജ് ആവും. ഇതിപ്പോൾ നമ്മൾ ഇത് എടുക്കുമ്പോഴത്തേക്കും ഈ ഓറഞ്ച് കത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആണ്, നമുക്ക് വേറെ ഡിഫോൾട്ട് അങ്ങനെയുള്ള കാര്യം ഇല്ല എന്നുള്ളതാണ്. റെഡ് കത്തുമ്പോഴത്തേക്കും അത് ഡിഫോൾട്ട് എന്തോ ഉണ്ട്, എറർ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് അത് കാണിക്കുന്നത്. ഓറഞ്ച് ആണെങ്കിൽ ഓക്കെ ആണ്. ഇപ്പോൾ ബ്ലൂ വന്നപ്പോഴത്തേക്കും ഓക്കെ ചാർജിങ് ആണ് എന്നുള്ളത് കാണിക്കും. ഫുൾ ചാർജ് ആകുമ്പോൾ ഗ്രീൻ ആവും. നമുക്ക് AC വെന്റ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ 4 AC വെന്റ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് നമുക്ക് റിയർ AC വെന്റും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് C ടൈപ്പും A ടൈപ്പും ചാർജറും ഓപ്ഷനിലുണ്ട്. മൊബൈൽ ചാർജ് ചെയ്യാം. ഇതിപ്പോൾ ZXA-യുടെ ഇത് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോളിയം കൺട്രോൾ അതൊക്കെ നമുക്ക് VXI തൊട്ട് വേരിയന്റിൽ വരുന്നതാണ്. അതായത് വോയിസ് വോളിയം കൺട്രോൾ, കോൾ എടുക്കാൻ ഉള്ള കാര്യങ്ങൾ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എല്ലാം ഇതിനകത്ത് ഇൻബിൽറ്റ് ഉണ്ടാവും. ഇപ്പം ഞാൻ വണ്ടി ഇതുമായിട്ട് പെയർ ചെയ്തു. ഇതിനകത്ത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ കണക്റ്റിംഗ് ആണ്. ഇപ്പം വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആണ് നമ്മുടെ പുതിയ സ്വിഫ്റ്റുകളിൽ വരുന്നത്. കാര്യം ഇപ്പം പെയറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ഇതിനകത്ത് കണക്റ്റ് ആവും. ഇപ്പോൾ നമുക്കിപ്പം നാവിഗേഷനും കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ എൻ്റെ ഫോണിൽ നിന്ന് തന്നെ കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്കിപ്പം അതിനകത്ത് ഓപ്പൺ ആയത്. അത് വയർലെസ് ആണ്. നേരത്തെ എന്ന് വെച്ചാൽ വയർ കണക്ട് ചെയ്തിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് പക്ഷേ വയർലെസ് ആയിട്ടാണ് ഇപ്പോൾ വണ്ടികളിലെല്ലാത്തിലും, ബലെനോ, ഫ്രോൺസ് അങ്ങനെയുള്ള മാരുതിയുടെ ഇപ്പം വണ്ടികളിലെല്ലാത്തിലും ചെയ്തു വരുന്നു. ഇപ്പോൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ചെയ്തിരിക്കുന്നതുകൊണ്ട് കോൾ വന്നു കഴിഞ്ഞാൽ എടുക്കാനും അത് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. വോയിസ് കമാൻഡിങ് വരുന്നുണ്ട്. നമുക്കിപ്പം വോയിസ് കമാൻഡിലൂടെ നമുക്കൊരു മെസ്സേജ് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ വോയിസ് കമാൻഡിലൂടെ കോൾ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ അതിനകത്ത് ZXA ആണ്. അപ്പോൾ അതിനകത്ത് പില്ലറിൽ നമുക്ക് ട്യൂട്ടറും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. VXA ആകുമ്പോൾ 4 ഡോർ സ്പീക്കർ മാത്രമേ വരുള്ളൂ, പ്ലസ് ട്യൂട്ടറും കൂടെ ഇതിനകത്ത് വരും. പിന്നെ ബേസ് മോഡലോട്ട് 6 എയർ ബാഗ് വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചർ ആയിട്ട് നമുക്ക് 6 എയർ ബാഗ് ബേസ് മോഡലോട്ട് ഉണ്ട്. 6 എയർ ബാഗ് വരുന്നുണ്ട്. 2023 മോഡലാകുമ്പോൾ 2 എയർ ബാഗ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് 6 എയർ ബാഗ് ബേസ് മോഡലോട്ടുണ്ട്. ഇനിയുള്ള എല്ലാ വണ്ടികളിലും എല്ലാത്തിലും അതുകൂടെ ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളൊരു ഗവൺമെന്റിന്റെ പോളിസി മാറിക്കൊണ്ടിരിക്കുകയാണ്. സേഫ്റ്റി നോംസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് B6 സ്റ്റാർട്ട് ചെയ്യപ്പോഴത്തേക്കും നമുക്കറിയാലോ, സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, കോ ഡ്രൈവർ സീറ്റ് ബെൽറ്റ്. ഇപ്പൊ അതല്ല, ഇപ്പം മാറി. ഇപ്പം റിയറിൽ ഇരിക്കുന്ന സീറ്റ് ബെൽറ്റും കൂടെ സീറ്റ് ബെൽറ്റ് വാണിംഗ് വരുന്നുണ്ട്. ഇപ്പൊ ഉള്ള വണ്ടികളിലല്ല, മാരുതിയുടെ എല്ലാ വണ്ടികളിലും ആയി. ഇപ്പൊ ബാക്കിൽ തന്നെ ആണെങ്കിൽ 3 സീറ്റ് ബെൽറ്റ് ഇടണം. ഇല്ലെങ്കിൽ ആളില്ലെങ്കിൽ വെറുതെ ആണെങ്കിലും നമ്മൾ ഇട്ട് വെക്കണം, ലോക്ക് ചെയ്ത് വെക്കണം. പിന്നെ കംഫർട്ടിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് സീറ്റ് നോക്കിയാൽ അറിയാം. തൈ സപ്പോർട്ടും ഇവിടെ ഫ്രണ്ട് സീറ്റിലെ തൈ സപ്പോർട്ടും ഈ സൈഡിലേക്കുള്ള സപ്പോർട്ടും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. നമുക്ക് കംഫർട്ടായിട്ട് ഇരുന്ന് ഡ്രൈവ് ചെയ്യാനും, കോ ഡ്രൈവർക്കാണെങ്കിലും ഇപ്പം ഇരുന്ന് നല്ല രീതിയിൽ യാത്ര സുഖം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. സ്റ്റിയറിംഗ്, ടിൽറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഓൾറെഡി ബേസ് മോഡലോട്ട് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് സ്റ്റിയറിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലോക്ക് ചെയ്യാം. സീറ്റ് എങ്ങനെ 6 വേ അഡ്ജസ്റ്റ് ആണോ ഇതില്? നമുക്കിപ്പം ഇത് ZXA ആയതുകൊണ്ട് നമുക്ക് സീറ്റ് ഹൈ അഡ്ജസ്റ്റിംഗ് ഓൾറെഡി ഇതിനകത്തുണ്ട്. ZXA-യിലുണ്ട് സീറ്റ് ഹൈ അഡ്ജസ്റ്റിംഗ് വരുന്നുണ്ട്. അത് ഡ്രൈവർ സൈഡ് അല്ല, ഡ്രൈവർ സീറ്റ് മാത്രം. കോ ഡ്രൈവർ അതെ കോ ഡ്രൈവറിൽ വരാറില്ല. നമുക്കിപ്പോൾ മീറ്റർ കൺസോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഈ വെഹിക്കിളിന്റെ ഫുൾ കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നു. കാര്യം വെച്ചാൽ ഇപ്പം ഫ്യൂവലിന്റെ വെച്ചിട്ടാണെങ്കിൽ എത്ര മൈലേജ്, ഇനി എത്ര കിലോമീറ്ററോട് ഓടും,
ഇതിന്റെ ആവറേജും സ്പീഡിൽ എത്ര കിലോമീറ്റർ മൈലേജിൽ കിട്ടുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നെ 24 പുതിയ മോഡലിൽ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അത് ഡിജിറ്റലായിട്ടാണ് വരുന്നത് അല്ലേ? അതെ, ഡിജിറ്റലാണ്. പിന്നെന്ന് വെച്ചാൽ ഇത് ഓട്ടോ ഹെഡ് ലാമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് സുസുക്കി കണക്ട് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഓട്ടോ ഹെഡ് ലാമ്പ് കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ അതിനകത്ത് സുസുക്കി കണക്റ്റിൽ വരുന്നുണ്ട്. പിന്നെ ഫോളോ മീ ഹോം നമുക്ക് ഇതുകൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ് ലൈറ്റിൽ നമുക്ക് വരും. ഈ പുഷ് ബട്ടൺ, ഇതിപ്പോ VXA ഓപ്ഷനിൽ തൊട്ട് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. അപ്പോൾ അതിന്റെ കീ ഇതാണ് വരുന്നത്. നമുക്കിപ്പം കീയെ തന്നെ കീ ഇൻ കേസ് ഇതിന്റെ ബാറ്ററിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡൗൺ ആയി പോവുകയാണെങ്കിൽ നമുക്ക് ഈ കീ ഫോബ് എടുത്ത് നമ്മുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിലെ അതിൽ കൊണ്ടുവന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ വണ്ടി ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആയിക്കോളും. NFC വർക്ക് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഞെക്കിയാൽ മതി, പ്രസ് ചെയ്താൽ മതി, അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവും. എന്താ വെച്ചാൽ ചില കോൺടാക്ട് ആയി കിടക്കുമ്പോഴത്തേക്കും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഡൗൺ ആയി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ മാറി മാറി യൂസ് ചെയ്യണം. ഇനി അഥവാ ഇനി ബാറ്ററി ഡൗൺ കാണിച്ചാൽ തന്നെ നമുക്ക് ഇതിനകത്ത് ഇത് തരും, വാണിംഗ് തരും. അപ്പം നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനി അതും മറന്നു പോയാലുള്ള ഓപ്ഷനാണ് മാരുതി തരുന്നത്. എങ്ങാനും ചാർജ് അതെ 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 തീർന്നു പോയാൽ. പിന്നെ ഇതിൽ തന്നെ ഒരു എമർജൻസി കീ ഇതിനകത്ത് വരുന്നുണ്ട്. ഫിസിക്കൽ കീ വരുന്നുണ്ട്. നമുക്കിപ്പോ പെട്ടെന്നൊരു ഡോർ ലോക്ക് ആയി പോവുക അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് വണ്ടി അൺലോക്ക് ചെയ്തിട്ട് നമുക്ക് തള്ളി മാറ്റിയിടാനോ അങ്ങനെയുള്ള ഓപ്ഷന് വേണ്ടിയിട്ടാണ് ഈ കീ എമർജൻസി കീ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. നല്ലൊരു ഓപ്ഷനാണ്. ഇതിനായിട്ടും അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇൻ കേസ് അങ്ങനെ ഉണ്ടായാൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതെ അതെ. പിന്നെ ഇതിനകത്ത് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നും പറഞ്ഞിട്ടൊരു ഫീച്ചർ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇപ്പൊ പുതിയ മോഡൽ എല്ലാ വണ്ടികളും വരുന്നത്. അതായത് നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി കൂട്ടാനും പിന്നെ നമുക്ക് ട്രാഫിക്കില് കിടക്കുമ്പോഴത്തേക്കും നമുക്ക് അനാവശ്യമായിട്ട് ഫ്യൂവൽ കത്തിക്കാതെ ഫ്യൂവൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത്. നമുക്കത് ഓഫ് ചെയ്ത് ഇടാം, ഓൺ ചെയ്ത് വിടാം. അത് നമ്മുടെ ഓരോരുത്തരുടെ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത്. ഇപ്പൊ ഇതിൽ ഈ വാഹനത്തിൽ ഇപ്പൊ ഓണാണോ? ഇപ്പൊ അത് ഓണാണ്. നമുക്കിപ്പോൾ ഇതിന്റെ നേരത്തെ ഫ്യൂവലിന്റെ ഓപ്പണിങ്ങും ബോണറ്റ് ഓപ്പണിങ്ങും ഇവിടെ താഴെയായിരുന്നു, ഡിക്കി ഓപ്പണിംഗ് ഒക്കെ താഴെയായിരുന്നു. ഇപ്പൊ അത് മേളിലേക്ക് കയറി നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു. പിന്നെ നമുക്ക് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ ഓഫ് ചെയ്യാനുള്ള ഓൺ ചെയ്യാനുള്ള സ്വിച്ചാണ് ഇത് വരുന്നത്. പിന്നെ ഇത് ഹെഡ്ലൈറ്റ് ലെവലിംഗ് വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ട്രാക്ഷൻ കൺട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളുടെ സ്വിച്ചും വരുന്നുണ്ട്. ഇത് തന്നെയാണ് ഓട്ടോ ഹെഡ് ലാമ്പിന്റെ ബേസ് മോഡൽ തൊട്ട് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ അവൈലബിൾ ആണ്. വരുന്നുണ്ട്. അതെ അതെ. ബോണറ്റ് ടൈനിയാ പക്ഷെ നല്ല സ്ട്രോങ് ആണ്. നമുക്കിനി എഞ്ചിൻ റൂം പരിചയപ്പെടാം. ഓക്കെ, നമുക്കിപ്പം പുതിയ വണ്ടിയുടെ എന്ന് വെച്ചാൽ ഇപ്പം പുതിയ Z സീരീസ് എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. കാര്യം വെച്ചാൽ നമുക്ക് നേരത്തെ 4 സിലിണ്ടർ എഞ്ചിൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇത് കാറ്റഗറി K സീരീസ് ആയിരുന്നു. ഇപ്പൊ അത് Z സീരീസ് എഞ്ചിൻ ആക്കിയിട്ടുണ്ട്. 3 സിലിണ്ടർ വരുന്നത്. 3 സിലിണ്ടർ ആണ്. അതെ അതെ. നമുക്കിപ്പം ഇതിന്റെ ഈ എഞ്ചിൻ വന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവൽ എഫിഷ്യൻസി കൂടി. കാര്യം വെച്ചാൽ നേരത്തെക്കാളും അപേക്ഷിച്ച് നമുക്ക് മാനുവൽ ആകുമ്പോഴത്തേക്ക്, അതായത് മാനുവൽ ട്രാൻസ്മിഷൻ വരികയാണെങ്കിൽ 24.8 കിലോമീറ്റർ പെർ ലിറ്ററും ഓട്ടോമാറ്റിക് വരുമ്പോഴത്തേക്കും 25.75 കിലോമീറ്റർ പെർ ലിറ്ററും ആണല്ലേ നമുക്ക് ഇതിന്റെ മൈലേജ് വരുന്നത്. 23 പഴയ മോഡലുമായിട്ട് നേരത്തെ നോക്കുമ്പോൾ നേരത്തെ വെച്ചാൽ 22 കിട്ടുകയുള്ളായിരുന്നു. ഇപ്പൊ അത് കൂടുതലായിട്ട് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ രണ്ട് മോഡലും 4 സിലിണ്ടർ ആയാലും ഇത് 3 സിലിണ്ടർ ആണെന്ന് പറഞ്ഞാലും സിസിയിൽ ഒരു വ്യത്യാസം വന്നില്ല. 3 സിലിണ്ടർ ആണെങ്കിൽ പോലും 1200 cc തന്നെയാണ് ഇതിനകത്ത്. Z12E എന്നാണ് ഇതിന് പറയപ്പെടുന്നത്. Z12E കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 1197 cc ആണ് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ളത്. ഇത് DOHC ആണല്ലേ? അതെ അതെ. പിന്നെ ഫ്യൂസ് ബോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ തന്നെ, അത് നേരത്തെ ECM അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ബ്രേക്ക് ബൂസ്റ്ററുകളും പിന്നെ എൻ്റെ ABS ചാനലും എല്ലാം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് മാരുതി ഇപ്പോഴും കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ടോപ്പ് വേരിയന്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം മെക്കാനിക്കന്മാർക്കൊക്കെ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും അത്യാവശ്യം സ്പേസും കാര്യങ്ങളും നമുക്കിപ്പം. പിന്നെ താഴ്വശം അത്യാവശ്യം ക്ലോസ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ സ്വിഫ്റ്റും കാര്യങ്ങളെല്ലാം വരുന്നത്. നേരത്തെ ഓപ്പണിംഗ് ആയിരുന്നു, ഇപ്പോഴത് ക്ലോസ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ ഫൈബർ പാർട്ടാണോ അതോ ഫൈബർ പാർട്ടാണ്? അതെ അതെ, മെറ്റൽ വരിയതല്ല. ഭയങ്കര എളുപ്പമാണ്. അതെ അതെ അതെ. ഇപ്പൊ നമ്മളൊരു വാഹനത്തിൽ ഇപ്പൊ ഒരു മെക്കാനിക്കൽ സൈഡിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ മെക്കാനിക്കിനെ കയറി ഒന്ന് പെരുമാറാനായിട്ട്. ഇപ്പം എടുത്തോണ്ട് പോയ കസ്റ്റമറിൽ 90% ആൾക്കാർ പറയുന്നത് ഇപ്പം 24 മാനുവലിന് പറഞ്ഞല്ലോ, ഒരു 23 വെച്ചാൽ അവർ ലോങ് ഡ്രൈവ് ഒക്കെ പോയാലേ നമുക്ക് ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള മൈലേജ് വരുള്ളൂ. കണ്ടീഷൻസ്, റോഡുകൾ, ഉപയോഗിക്കുന്ന രീതി, അതായത് ക്ലച്ച്, ആക്സിലേറ്റർ, ബ്രേക്ക്, ഇതെല്ലാം ഇതിനെ ആശ്രയിച്ചിരിക്കും. ഡ്രൈവിംഗ്. അതെ അതെ അതെ. ഡ്രൈവ് മെത്തേഡ് ഇപ്പൊ എന്റെ ആയിരിക്കത്തില്ല താങ്കളുടെ, ഓരോരുത്തരുടെയും വ്യത്യാസം ഉണ്ടാവും. 24, 24.5 ആ റേഞ്ചിൽ വന്നിട്ടുണ്ട്. വണ്ടി ഇറങ്ങിയിട്ട് അധികം നാളായിട്ടില്ല.
അപ്പൊ ഫസ്റ്റ് സർവീസ് പോലും ആകാതെയാണ് കസ്റ്റമർ അത്രയും പറയുന്നത്. അതെ അതെ, എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പം മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞല്ലോ അതിനകത്ത് വരുന്നത്. അപ്പൊ അതിനകത്ത് കാണിക്കും ആവറേജ് മൈലേജ് കാണിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പം നമുക്കിപ്പം മാരുതിയുടെ വണ്ടികളിൽ അത്യാവശ്യം മൈലേജ് എല്ലാ വണ്ടികൾക്കും വരുന്നുണ്ട്. അല്ല ഇത് ഇപ്പൊ ട്യൂൺ ചെയ്ത് അല്ല ഫസ്റ്റ് സർവീസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ സർവീസ് കഴിയുമ്പോൾ കുറച്ചുകൂടെ മൈലേജ് കൂടാനുള്ള സാധ്യതയല്ലേ ഉള്ളൂ? അല്ല, ആദ്യം തന്നെ നമുക്ക് വരികയാണെങ്കിൽ തന്നെ 1000 കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ ഇതിന്റെ വണ്ടിയുടെ എഞ്ചിൻ ഒന്ന് സെറ്റ് ആവും. അപ്പോഴത്തേക്കും നമുക്ക് ആവറേജ് മൈലേജ് കിട്ടി തുടങ്ങും അല്ലേ? സാറേ ഈ വണ്ടി വരുന്നത് VXA ഓപ്ഷനിലാണ്. നമുക്ക് VXA ഓപ്ഷണൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഈ കാണുന്നത് പോലെ ഇതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ആക്സറീസ് കൂടെ ആഡ് ചെയ്തിട്ടുള്ള മോഡലാണ്. അതെങ്ങനെ നമ്മുടെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണോ അതോ? നമ്മുടെ ആക്സറീസിന്റെ മാരുതിയുടെ ജെന്യൂൻ ആക്സറീസ് നമ്മൾ ചെയ്തിട്ടാണ് വണ്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കാര്യം ഏകദേശം 50,000 രൂപയോളം ആക്സറീസ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ആണല്ലേ? കാര്യം വെച്ചാല് ഈ ഗ്രില്ലുകൾ, ക്രോം ഗ്രില്ല്, പിന്നെ ഈ റെഡ് കളറ്, പിന്നെ സ്കേർട്ടിങ്, അണ്ടർ സ്കേർട്ടിങ്, ബ്ലാക്ക്, നല്ല അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് ഇപ്പൊ വരുന്നത്. ഇപ്പൊ ഈ സ്കേർട്ട് ഒന്നും പുറത്തു പോകണ്ട. അതെ അതെ, എല്ലാം മാരുതിയിൽ തന്നെ ഉണ്ട്. മോഡിഫിക്കേഷൻ പ്രശ്നമില്ലല്ലോ. മോഡിഫിക്കേഷൻ പ്രശ്നമില്ല, അപ്രൂവൽ മേടിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അതെ അതെ, അങ്ങനെയുള്ള കാര്യങ്ങൾ സൈഡിൽ ഇപ്പൊ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ എത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. അത്രയും ചെയ്തപ്പോ തന്നെ വണ്ടിയുടെ ആ ഒരു ലുക്ക് വ്യത്യാസം മാറിയിട്ടുണ്ട്. മാറി. അതെ, സൈഡിലേക്ക് നോക്കാൻ നേരത്ത് വീലാർച്ച് ഗ്ലാഡിങ്, ബ്ലാക്ക് ഗ്ലാഡിങ്, അങ്ങനെ സൈഡ് സ്കേർട്ട്, സൈഡ് ബീഡിങ്, നമുക്ക് റെയിൻ ഗാർഡ്, ഇതൊക്കെ ഇതുപോലെ സ്ട്രിപ്പ്, ഇതൊക്കെ ക്രോം ആയിട്ടുള്ളത് ആഡ് ചെയ്ത് വരും. അതെന്ന് വെച്ചാൽ വണ്ടിയുടെ കുറച്ചുകൂടെ പ്രത്യേകിച്ച് റെഡും കൂടി ആയപ്പോഴത്തേക്കും റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ എന്ന് വെച്ചാൽ നല്ല പെർഫെക്റ്റ്. അപ്പൊ അത് കുറച്ചുകൂടെ ഈ വണ്ടിക്ക് കൂടുതൽ ഭംഗിയാക്കി. പിന്നെ നമുക്ക് തുറന്ന് നോക്കാനാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ നിയമം നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കാൻ അങ്ങനെയൊന്നും പറ്റത്തില്ല. അതിന് നമുക്ക് അപ്രൂവൽ ആയിട്ടുള്ള സൺഷെയ്ഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോ മാരുതിയുടെ ജെന്യൂൻ ആക്സറീസ് ആയിട്ട് തന്നെ വരുന്ന സൺഷെയ്ഡ് ആണ് വരുന്നത്. ഇത് നമുക്ക് മാറ്റാം, വാഷിംഗ് സമയത്തോ എന്ത് വേണമെങ്കിലും നമുക്കിത് മാറ്റിയെടുക്കാന്നുള്ള ഓപ്ഷൻ. പിന്നെ ഇതിനകത്ത് വിനൈൽ ഫ്ലോറിങ്, സീറ്റ് കവർ, ഇതെല്ലാം ആക്സറീസ് ആയിട്ട് ഓൾറെഡി കസ്റ്റം ചെയ്തതാണ്. ഇപ്പൊ സീറ്റ് കവർ നല്ല അതെ ജെന്യൂൻ ആയിട്ടുള്ള മാരുതിയുടെ ആർട്ടിഫിഷ്യൽ ലെതർ എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ്. പക്ഷെ ഈ സൈഡിൽ നമുക്ക് സീറ്റ് കവർ വരത്തില്ല. കാര്യം കർട്ടൺ എയർ ബാഗ് ഉള്ളതുകൊണ്ട് ഒരു സൈഡ് നമുക്ക് ഒഴിവാക്കിക്കൊണ്ടായിരിക്കും സീറ്റ് കവർ ചെയ്യുന്നത്. ആ സീറ്റ് കവർ ഇട്ടപ്പോ തന്നെ നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടി കുറെ കൂടെ നല്ല ഒരു സുഖമുണ്ട്. സ്റ്റിയറിംഗ് ഗ്രിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ജെന്യുവിൻ പാർട്സിൽ നിന്ന് തന്നെ മാരുതി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടിട്ട് വേറെ അങ്ങ് പോകണ്ട. ഇതെല്ലാം മാരുതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയലാണ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡാമേജോ അങ്ങനെയുള്ള എന്തെങ്കിലും തന്നെ വന്നാൽ തന്നെ മാരുതിയിലേക്ക് നമുക്ക് ഏതെങ്കിലും സർവീസ് സെന്ററിലൊക്കെ കൊണ്ടുവരാം. കാര്യം ഇലക്ട്രിക് പാർട്സ് ആണെങ്കിൽ പുറത്തുനിന്ന് ചെയ്യുന്നതിനൊക്കെ നമുക്കൊരു ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ വാറണ്ടി ഇഷ്യൂസ് അങ്ങനെയൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഏതൊരു വണ്ടിയും നമുക്ക് മെയിനായിട്ടുള്ള സർവീസ് സെന്ററിൽ കയറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്വന്തം ആക്സറീസ് ആണോ അതോ പുറത്തുനിന്ന് ജെന്യൂൻ പാർട്സ് ആക്സറീസ് ആണോ അതോ പുറത്തുനിന്ന് നോൺ MG ആണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാൻ പറ്റും. കാര്യം അതിന്റെ ക്വാളിറ്റി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ തന്നെ ഇപ്പൊ സീറ്റ് കവറൊക്കെ കണ്ടു, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് നമുക്ക് പുറത്തുനിന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം അതെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിപ്പം എയർ ബാഗിന്റെ വരുന്ന ഓപ്ഷൻ ആയതുകൊണ്ടാണ് നമുക്ക് സീറ്റ് കവറിന് ഇത്രയും പോർഷനിൽ നമുക്ക് ഓപ്പൺ ആയി കിടക്കുന്നത്. പുറത്തുനിന്ന് ചെയ്യുന്ന സീറ്റ് കവറിന് ചിലപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ അവർക്ക് ഇട്ട് തരണമെന്നില്ല. അറിവില്ലായിരിക്കാം. കാര്യം വെച്ചാൽ ഇപ്പൊ പുറത്തുനിന്ന് അത്യാവശ്യം ഇപ്പം അന്യസംസ്ഥാന തൊഴിലാളികളാണല്ലോ കൂടുതലും ചെയ്യുന്നത്, സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അതിനെക്കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കത്തില്ല. അപ്പം നമുക്കിപ്പോ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇത് ചിലപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെ വരാം. ഇതിപ്പോൾ VXA ഓപ്ഷണലാണ് നമുക്കിപ്പോൾ വരുന്നത്. VXA ഓപ്ഷണൽ വരുമ്പോഴത്തേക്കും VXA ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സിൽ വ്യത്യാസമുണ്ട്. കാര്യം നമുക്കിപ്പോൾ ഇത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ഇതിനകത്ത് VXA ഓപ്ഷനിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, സുസുക്കി കണക്ട് വരുന്നുണ്ട്, പിന്നെ മിറർ ഫോൾഡിങ് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ സുസുക്കി കണക്ട് വരുമ്പോഴത്തേക്കും നോർമലി അറിയാം, ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ വണ്ടി അത്യാവശ്യം ട്രാക്ക് ചെയ്യാം, അതിൻ്റെ ഫ്യൂൽ ലെവൽ കാര്യങ്ങളെല്ലാം നമുക്ക് വീട്ടിൽ ഇരുന്നാൽ അറിയാൻ പറ്റും. മൊബൈലുമായിട്ടുള്ള കണക്റ്റിംഗ് ആണത്. അതെന്ന് വെച്ചാൽ വണ്ടിയുടെ വെഹിക്കിൾ ട്രാക്കിംഗ്, ജിയോ ഫെൻസ്, വർക്ക്ഷോപ്പ് അസിസ്റ്റൻ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ പറഞ്ഞ സുസുക്കി കണക്റ്റിൽ വരുന്നുണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് VXAയും VXA ഓപ്ഷനിലും തമ്മിലുള്ള വ്യത്യാസം വരുന്നുണ്ട്. ZXI ഓപ്ഷണൽ എന്ന് പറഞ്ഞ വണ്ടിയുടെ ഡ്രൈവർ സൈഡ് പാനലാണിത്. അതിനകത്ത് നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറർ വരുന്നുണ്ട്, മിറർ ഫോൾഡിങ് വരുന്നുണ്ട്, നമുക്ക് പവർ വിൻഡോസ് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഡോർ ലോക്ക് അൺലോക്ക് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഡ്രൈവർ സൈഡ് നമുക്കിപ്പോൾ 4 ഡോർ പവർ വിൻഡോ ഇതിനകത്ത് വരുന്നുണ്ട്. ആ 4 ഡോർ പവർ വിൻഡോയിൽ ഡ്രൈവർ സൈഡ് നമുക്ക് അപ്പും ഡൗണും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചെയ്യാം, നമുക്ക് നോർമലി ആയിട്ടും ചെയ്യാം. ഇപ്പോൾ അത് ഡൗൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ക്ലോസ് ചെയ്തോളും. പിന്നെ
അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വൺ ടച്ച് ഓപ്ഷനാണ്. പിന്നെ നമുക്ക് ഇതിപ്പം ZXi VXi ഓപ്ഷനിൽ മുതൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുള്ളത് പറഞ്ഞല്ലോ. ഇതാണ് നമുക്ക് അതിൻ്റെ ഓപ്ഷൻ വരുന്നത്. നമ്മളിത് ഇപ്പോൾ വണ്ടി ഓൺ ചെയ്യണം. ഇതാണ് അതിൻ്റെ പാനലും കാര്യങ്ങളും. വണ്ടി സ്റ്റാർട്ടായി 3 സെക്കൻഡ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ AC ഓഫ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ആ ഒരു ഇത് മാറി. നമുക്കിപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ AC ഓണാന്ന് വെച്ചിട്ട് പറയിടാണ്ട കാര്യമില്ല. കാര്യം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് 3 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് AC കംപ്രസർ അതിൻ്റെ സെൻസർ വഴി വർക്ക് ചെയ്യുള്ളൂ. കാര്യം അങ്ങനെ ഒരു സിസ്റ്റം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം മാരുതിയുടെ എല്ലാ വണ്ടികളിലും ഇപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ആക്കിയിട്ടുണ്ട്. അത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ AC നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3 സെക്കൻഡ് കഴിഞ്ഞാൽ AC ഓൺ ആവുള്ളൂ. നമ്മുടെ മാനുവൽ മോഡാണെങ്കിൽ ക്ലച്ച് പെഡലേലും ബ്രേക്ക് ചവിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. പലർക്കും ഇപ്പോഴും പല കസ്റ്റമേഴ്സിനും ചെറിയൊരു കൺഫ്യൂഷൻ അത് വരാറുണ്ട്. അത് അങ്ങനെ ഉണ്ട്. നേരത്തെ വെച്ചാൽ അങ്ങനെ ഇല്ലായിരുന്നല്ലോ. V6 വന്നതിന് ശേഷം ഉള്ള മോഡലുകളിലെല്ലാത്തിനും നമുക്കിപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് ആഡ് ചെയ്താൽ വരുന്നത്. ഇതിനകത്ത് വരുന്ന മ്യൂസിക് സിസ്റ്റത്തേക്കാളും കുറച്ചുകൂടെ സൈസ് ആർക്കമിസിൻ്റെ സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് എന്ന് പറയുന്ന മോഡലാണ് വരുന്നത്. ആർക്കമിസിൻ്റെ ആയിരിക്കും വരുന്നത്. കുറച്ചുകൂടെ സൈസ് കൂടുതലായിരിക്കും. അപ്പം 22.86 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ സൈസ് വരുന്നത്. പിന്നെ അതുകൂടാണ്ട് സറൗണ്ട് സെൻസ് ക്രൂയിസ് കൺട്രോൾ നമുക്ക് ZXi പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിലാണ് നമുക്ക് ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളും നമുക്ക് വരും. ZXi പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ നമുക്കിപ്പോൾ ഇത് ZXi ആണ്. ZXiയിൽ അത് വരത്തില്ല. ഡ്യുവൽ ടോണിലും നമുക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഓട്ടോ ഫോൾഡിങ് ORVM, നമ്മൾ ORVM കുറിച്ച് സംസാരിച്ചിരുന്നു. അതുകൂടാണ്ട് ZXi പ്ലസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോ ഫോൾഡിങ്, അതായത് മിറർ ലോക്ക്, വണ്ടി ലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഓട്ടോ ഫോൾഡിങ് വരും. മിറർ ഓട്ടോ ഫോൾഡിങ് നമുക്ക് ZXi പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിൽ ഓട്ടോ ഫോൾഡിങ് വരും. അതായത് വണ്ടി ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോ ഫോൾഡിങ് വരുന്നുണ്ട്. പക്ഷേ ZXiയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കത് മാനുവലി ആയിരിക്കും എന്ന് മാത്രമേ പ്രത്യേകതയുള്ളൂ. സാറിപ്പോൾ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുകയാണ്, നമുക്ക് ഈ പുതിയ മോഡൽ സ്വിഫ്റ്റ്. അപ്പം സാറിന് ഇത് വണ്ടി എടുക്കാനുള്ള ആഗ്രഹത്തിലേക്ക് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വ്യക്തമാക്കാൻ പറ്റുമോ? സ്വിഫ്റ്റിനോട് പൊതുവേ നേരത്തെ മുതൽ ഒരു ഇഷ്ടമുണ്ട്. സ്വിഫ്റ്റിന്റെ ഒരു മോഡൽ ആദ്യം ഇറങ്ങിയ സമയത്ത് എനിക്ക് വലിയ ഒരു സുഖമുള്ള മോഡലായിട്ട് തോന്നിയില്ല. പക്ഷെ പിന്നീട് അതിനോട് വല്ലാത്ത ഇഷ്ടം വന്നിരിക്കുന്നു. പിന്നെ മാത്രമല്ല നമ്മളിപ്പോ ഒരു റീസെയിൽ വാല്യൂ എന്ന രീതിയിലും പിന്നെ മെയിൻ്റനൻസ്, പിന്നെ സുസുക്കിന്റെ ഒരു സർവീസ് അതും വളരെ സർവീസ് അവൈലബിലിറ്റി നമുക്ക് കൂടുതലാണ്. നമുക്ക് പിന്നെ സുഹൃത്തുക്കൾക്ക് ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഇതേ വണ്ടി തന്നെയാണ്. പിന്നെ പല പ്രാവശ്യവും ഞാൻ ഈ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ വിദേശത്താണ്, വരുമ്പോ എടുത്തോണ്ട് റെന്റിന് എടുത്തോണ്ട് പോയാലും ചിലപ്പോൾ നമ്മൾ ഈ വണ്ടി നമുക്ക് അതൊക്കെ വളരെ കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ മോഡലിന് മൈലേജ് ഉണ്ട്. പിന്നെ കുറച്ച് അഡ്വാൻറ്റേജ് ട്രാക്ക് അതൊക്കെ നമുക്ക് കൂടുതൽ ആഡ് ചെയ്ത് വന്നപ്പോഴത്തേക്കും കൂടുതൽ ഇഷ്ടം തോന്നിയ വണ്ടിയോട്. പിന്നെ റെഡ് കളറിനോട് പ്രത്യേക ഇഷ്ടം. മോൻ ചോയ്സ് ചെയ്തത് ബ്ലൂ ആയിരുന്നു, എങ്കിൽ പിന്നീട് ഞാനത് ചേഞ്ച് ചെയ്ത് അപ്പൊ അങ്ങനെ ഒരു താല്പര്യം പൊതുവെ സ്വിഫ്റ്റിനോടുണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് മാർക്കറ്റ് വാല്യൂ വളരെ നല്ല രീതിയിലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സ്വിഫ്റ്റ് ചെയ്യുന്നത്. VXi ഓപ്ഷണൽ മോഡലാണല്ലോ നമ്മളിപ്പം തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതെ അതെ. അപ്പൊ നമുക്കിപ്പോ സാറിന് എന്തൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വേണം എന്നുള്ളത് സാർ ചൂസ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നൊന്ന് നമ്മൾ എക്സ്ട്രാ അക്സസറീസ് ആയിട്ട് പറഞ്ഞ ഇതിന്റെ ഈ ഗ്രിൽ ഗാർഡ് ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഈ ബോട്ടം ഇത് എക്സ്ട്രാ ഇത് വരുന്നതാണ്. പിന്നെ ഇത് എക്സ്ട്രാ വന്നിട്ടുള്ളതാണ്. ഇത് ടോട്ടൽ ബ്ലാക്ക് ആണ് വരുന്നത്. അതിൽ നമ്മളിത് എക്സ്ട്രാ ഫിറ്റിങ്സിൽ വരുന്നതാണ് ഇത്. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഈ വീൽ ഗാർഡ്, ഇതിന്റെ ഈ വീൽ ആർച്ച് ഗ്ലാഡ് വരുന്നുണ്ട്. പിന്നെ സൈഡ് അതുപോലെ തന്നെ ബോട്ടമിൽ വരുന്നത്. പിന്നെ നമുക്ക് ബാക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ആയിട്ടില്ല. എല്ലാം മാരുതി ജെന്യൂൻ സാധനം തന്നെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. മാരുതിയുടെ സാധനം തന്നെയാണ്. എക്സ്ട്രാ ഞങ്ങളൊന്നും വെളിയിലൊന്നും പുറത്തുപോയി ചെയ്യില്ല. അണ്ടർബോഡിയും വിനയൽ മാറ്റും എല്ലാം അത് മസ്റ്റായിട്ട് നമുക്ക് വേണമെന്ന് ആദ്യമേ നമ്മൾ പറഞ്ഞിരുന്നത്. മസ്റ്റായിട്ട് നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് വേണം. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് വണ്ടി എടുക്കുന്നവർ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാനത് തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമാണ്. അത് അണ്ടർ കോട്ടിങ് മസ്റ്റായിട്ട് വണ്ടി ഇറക്കും മുന്നേ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ഇവിടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സാർ ഇപ്പം ഇത്രയും ചെയ്ത വണ്ടിയിൽ ഇത്രയും മോഡിഫിക്കേഷൻ എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ, നമ്മളിത് സാറ് ഓക്കെ അല്ലേ? സാർ സാറ്റിസ്ഫൈഡ് ആണ്? വണ്ടിയുടെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ നാളെ നമുക്ക് എന്നാണ് സാറ് ഡെലിവറി? നാളെ രാവിലെ. ഇനി വേണമെങ്കിൽ സ്പോയിലർ ചെയ്യിക്കാം.
സോയിലർ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ പറഞ്ഞിട്ടുണ്ടല്ലേ? സോയിലർ രണ്ടാമത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് പിന്നെ ടച്ച് സ്ക്രീൻ വേറെ extra- വലുത് കയറ്റാന്നുള്ളത്. അപ്പൊ അങ്ങനെ വലുത് കയറ്റുമ്പോൾ ഇത് വേസ്റ്റ് ആവുമല്ലോ എന്നുള്ളൊരു ഇപ്പൊ നിലവിലത് 17.78 സെന്റിമീറ്ററിന്റെ ആണോ ഇരിക്കുന്നത്. ഇപ്പൊ ഇനി വരുന്ന എത്രയാണ്? 19 വരുന്നത്. ഇനി അടുത്തത് 22 ഉണ്ട്. 22 വരുന്നത്. അപ്പൊ അത് നമ്മള് എന്തായാലും നോക്കട്ടെ ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കിട്ട്. ഓക്കെ, അത് നോക്കിയിട്ട് സാർ നമുക്കത് ചെയ്യാം. ഈ ക്രോം ഫിനിഷ് ഇതൊക്കെ എക്സ്ട്രാ വരുന്ന ഇത് റൗണ്ട് ചെയ്ത് പോകണം. പിന്നെ അണ്ടർ സ്കേർട്ടിങ്, സൈഡ് സ്കേർട്ടിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഇതിന്റെ ഒരു സ്പോയിലർ ഇവിടെ വരുന്നുണ്ട്. കൂടെ വരുന്നുണ്ട് ഇതിനകത്ത്. അത് ബ്ലാക്ക് ആണോ? പിന്നെ അതുപോലെ ഞാൻ ഇതിനകത്ത് ബാക്ക് ക്യാമറ പറഞ്ഞിരുന്നു, റിവേഴ്സ് ക്യാമറ പറഞ്ഞിരുന്നു. പക്ഷെ റിവേഴ്സ് ക്യാമറ ഇപ്പൊ ഇതിന്റെ ഓൾറെഡി വന്ന് തുടങ്ങിയിട്ടില്ല. ഓക്കെ. അപ്പൊ മറ്റ് വണ്ടികളുടെ ഇതിന് സ്യൂട്ട് ആകത്തില്ല. കാര്യം വെച്ചാൽ ലെങ്തിലും വ്യത്യാസം ഉണ്ടാവും, വയറിംഗ് കിറ്റ് വ്യത്യാസം ഉണ്ടാവും. മറ്റേത് കമ്പനിയുടെ തന്നെ ഒരു അതെ കമ്പനിയുടെ തന്നെ വയ്ക്കുന്നതാണ് ബെറ്റർ. അഡ്വൈസ് ഉണ്ടെന്ന് പറഞ്ഞു, ഇപ്പൊ വെക്കണ്ടെന്ന്. അതുകൊണ്ട് അതെ. എന്തായാലും നമ്മുടെ വണ്ടി എത്തി. അപ്പം അതിന്റെ ഓൾട്ടർനേഷൻ എല്ലാം ചെയ്ത മേഡത്തിന്റെയും ഇഷ്ടപ്രകാരം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. സാറിന് എങ്ങനെയാണ് വണ്ടി മൊത്തത്തിൽ നോക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് അല്ലേ സാർ? സാറ്റിസ്ഫൈഡ് ആണ്. എക്സ്ട്രാ അക്സസറീസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ലുക്ക്. അതെ, ഭംഗിയാക്കിയിട്ടുണ്ട് അല്ലേ മേഡം? എങ്ങനെയാണ് വണ്ടി കണ്ടിട്ട്? നല്ല ഭംഗിയില്ലേ? മോളെന്ത് പറയുന്നു? അപ്പം നമുക്ക് ഇതേപോലെ നമുക്ക് ബേസ് മോഡൽ തൊട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ഓൾട്ടർനേറ്റ് ചെയ്ത് ഇറങ്ങാനുള്ള ഓപ്ഷൻ നമുക്കിപ്പോൾ വണ്ടി മാരുതിയുടെ ജെന്യൂൻ ആക്സസറീസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അപ്പം നമുക്ക് ടോപ്പ് വേരിയന്റിലാണെങ്കിലും ബേസ് മോഡൽ തൊട്ട് ടോപ്പ് വേരിയന്റ് വരെ നമുക്ക് ഇതേപോലെ നമുക്ക് ചെയ്യാനുള്ള എക്സ്ട്രാ നമുക്ക് ചെയ്തിറക്കാൻ പറ്റും. ഇതാണ് ഇപ്പം നമുക്ക് പുതിയ വന്നിരിക്കുന്ന ന്യൂ എപ്പിക് സ്വിഫ്റ്റ് എന്ന് പറയുന്ന മോഡല്. അപ്പം ഇതിന്റെ ആക്സറീസ് എല്ലാം ചെയ്ത മോഡലാണ് ഇപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. VXI ഓപ്ഷണൽ എന്ന് പറയുന്ന മോഡലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡീലറുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള സപ്പോർട്ടല്ലേ തന്നിരിക്കുന്നത്? നല്ല സപ്പോർട്ടാണ്. നിങ്ങളുടെ സർവീസ് ആണെങ്കിലും നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. സർവീസ് നല്ലതാണ്. മാരുതിയുടെ പൊതുവെ സർവീസ് നല്ലതാണ്, നിങ്ങൾ അറിയാം. അപ്പം നമുക്കിപ്പം നമ്മുടെ ഷോറൂം വന്നിട്ട് ഇപ്പം അത് വേണമെങ്കിൽ ഒന്ന് പറയാല്ലേ? ഷോറൂം വന്നിട്ട് ഇത് സാർ വേണമെങ്കിൽ പറഞ്ഞു. നമുക്കിപ്പോൾ തൊട്ടടുത്ത് അതിങ്ങനെ പറഞ്ഞാൽ മതി സാറ്. ഷോറൂമേ തൊട്ടടുത്ത് തന്നെ ഇതുണ്ടോ? അല്ല, ഞങ്ങൾക്കും അത് തന്നെ ഗുണമാണ്. ഞങ്ങളിപ്പോൾ കലൂര് ഞങ്ങൾ കുറച്ച് ദൂരമേ ഉള്ളൂ, ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരം നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോറൂം. നേരെ ഓപ്പോസിറ്റ് ആണ് ഇത്. ഇവിടെ തന്നെ നമുക്ക് സർവീസ് താമസിക്കുന്നത് കലൂരാണ്. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വരാനോ സർവീസ് ചെയ്യാനോ ഒക്കെ അത് കുറച്ച് നമുക്ക് അഡ്വാൻറ്റേജ് ആണ് ആ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം വളരെ നന്ദി. കണ്ടതിൽ വളരെ സന്തോഷം. സാറേ, ഇപ്പോൾ ഇറങ്ങിയ എപ്പിക് സ്വിഫ്റ്റിൽ ഏതൊക്കെ വേരിയൻസ് ആണ് നമുക്ക് വരുന്നത്? നമുക്കിപ്പോൾ പുതിയ എപ്പിക് സ്വിഫ്റ്റ് വന്നപ്പോഴത്തേക്കും നമുക്ക് LXI ആണ് ബേസ് മോഡൽ വരുന്നത്. പിന്നെ VXI വരുന്നുണ്ട്, VXI ഓപ്ഷണൽ, നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സ് ഉണ്ട്. VXI ഓപ്ഷണൽ, ZXI പ്ലസ്. ഈ ZXI പ്ലസിൽ തന്നെ നമുക്ക് ഡ്യുവൽ കളറും വരുന്നുണ്ട്. അത് അടുത്തൊരു ഓപ്ഷൻ ആയിട്ടുള്ള അല്ല, ഓപ്ഷൻ ഡ്യുവൽ കളറായിട്ട് മാത്രമേ ഉള്ളൂ. കളർ ഓപ്ഷൻ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. അതെ. പിന്നെ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് VXI ഓപ്ഷണൽ, ZXI പ്ലസ്, അങ്ങനെ ഇത്രയും വേരിയൻസ് ആണ് നമുക്ക് ഓട്ടോമാറ്റിക് വെർഷനിലും വരുന്നത്. പിന്നെ ഇപ്പം പുതിയ വണ്ടികൾ ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് വാറണ്ടി പീരീഡ് ഇപ്പോൾ കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട്. നേരത്തെ എന്ന് വെച്ചാൽ 2 വർഷം 40,000 കിലോമീറ്റർ അങ്ങനെ ഒരു ഓപ്ഷൻ ആയിരുന്നു. ഇപ്പൊ അത് 3 വർഷം 1,00,000 കിലോമീറ്റർ ആക്കി. കഴിഞ്ഞ ലാസ്റ്റ് ഏകദേശം ജൂലൈ 9 തൊട്ടങ്ങോട്ടുള്ള വണ്ടികൾക്ക് എല്ലാത്തിനും വാറണ്ടി പീരീഡ് നമുക്ക് കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പം മാരുതി വാഹനങ്ങളുടെ പരാതി അതായിരുന്നു, അതായത് വാറണ്ടി പീരീഡ് കുറവായിരുന്നു, അല്ലെങ്കിൽ കിലോമീറ്റർ കുറവാണ് എന്നുള്ളൊരു ടാക്സിക്കാർക്കാണ് കൂടുതലായിട്ടൊരു പ്രശ്നം വന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്കിത് മാറി ഇപ്പം 3 വർഷം അല്ലെങ്കിൽ 1,00,000 കിലോമീറ്റർ എന്നുള്ളൊരു കവറേജ് വന്നിട്ടുണ്ട്. നമുക്കിത് എക്സ്റ്റെൻഡും കൂടെ ചെയ്യാം. നമുക്കത് 4ാമത്തെ വർഷം 5ാമത്തെ വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. അത് അതിനകത്തുള്ള എമൗണ്ട് അടക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 1,40,000 കിലോമീറ്റർ വരെ നമുക്കത് വാറണ്ടി പീരീഡിൽ. അത് ആ വാറണ്ടി എക്സ്റ്റൻഷൻ നടക്കുന്നത് ഇപ്പോൾ ലാസ്റ്റ് പീരീഡിലാണോ അതോ ആദ്യം വേണമെങ്കിൽ? ആദ്യം നമ്മൾ വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. എടുത്ത് നമുക്ക് വണ്ടി ഓൺ റോഡ് പ്രൈസ് ആഡ് ചെയ്ത് വരുമ്പോഴേ അതിനകത്ത് ഇൻക്ലൂഡിങ് ഉണ്ടാവും. അല്ലാതെ വാറണ്ടി തീരാറാകുന്ന സമയത്ത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഇപ്പൊ അടയ്ക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ അടക്കേണ്ടി വരും നമ്മൾ. അതെ, വ്യത്യാസം. അപ്പൊ നമുക്ക് അതിന്റെ പ്രൈസിങ്ങിലോട്ടൊന്ന് നമുക്ക് നോക്കാം. പ്രൈസിങ്ങിലോട്ടൊന്ന് നമുക്കിപ്പോ ഏകദേശം 6ഉം 5 മോഡൽ മറ്റേ ഓട്ടോമാറ്റിക് 6-11 മോഡലോളം നമുക്കിപ്പോൾ മാരുതിയുടെ ഈ സ്വിഫ്റ്റ് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ LXI എന്ന് പറഞ്ഞ പ്രൈസ് വരുമ്പോഴത്തേക്കും അതിൻ്റെ എക്സ്ഷോറും പ്രൈസ് വരുന്നത് 6,49,000 രൂപയാണ് നമ്മുടെ എക്സ്ഷോറും പ്രൈസ് വരുന്നത്. എക്സ്ഷോറും പ്രൈസ് വരുമ്പോഴത്തേക്കും എല്ലാവരും വിചാരിക്കും അയ്യോ കൂടുതലായല്ലോ. പക്ഷേ അതേപോലെ അതിനകത്ത് ഫീച്ചേഴ്സും ആഡ് ചെയ്താണ് വരുന്നത്. എന്ന് വെച്ചാൽ ബേസ് മോഡലിൽ തന്നെ 6 എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ,
മാനുവൽ സെൻട്രൽ ലോക്ക്, അസിസ്റ്റ്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് എല്ലാ വേരിയന്റിലും വരുന്നുണ്ട്. നേരത്തെ അതില്ലായിരുന്നു. ഇപ്പം പക്ഷെ മാരുതി ഇറക്കിയ സ്വിഫ്റ്റിനകത്ത്, പുതിയ മോഡൽ സ്വിഫ്റ്റിനകത്ത് നമുക്ക് ഇപ്പൊ എല്ലാ വേരിയന്റിലും നമുക്ക് അത് വരുന്നുണ്ട്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് നേരത്തെ വെച്ചാൽ നോർമൽ ഹാലജൻ മാത്രമേ വരുന്നുള്ളായിരുന്നു. ഇപ്പൊ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഹാലജനും കൂടിയാണ് വരുന്നത്. പിന്നെ VXi വരുമ്പോഴത്തേക്കും ഏകദേശം 7,29,500 അങ്ങനെ ആ ഒരു എക്സ്ഷോറൂം പ്രൈസ് ആണ് ഞാൻ പറയുന്നത്. നമുക്ക് ഓൺ റോഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഇത്ര പെർസെന്റേജ് ആണല്ലോ റോഡ് ടാക്സും കാര്യങ്ങളെല്ലാം വരുന്നത്. അതൊന്നും പറയാമോ? പെർസെന്റേജ് മാത്രം പറഞ്ഞു. ഇപ്പം നമുക്കിപ്പോൾ ഓൺ റോഡ് അപ്പൊ അതിനകത്ത് ഇൻഷുറൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും, ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ സ്വിഫ്റ്റ് LXi നമുക്ക് മോഡൽ നമുക്ക് ഓൺ റോഡ് വരുമ്പോഴത്തേക്കും ഏകദേശം 7,74,681 ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് റോഡ് ടാക്സ്, ഇൻഷുറൻസ്, വാറണ്ടി, രജിസ്ട്രേഷൻ ചാർജ്, ഓട്ടോ കാർഡ്, ഫാസ്റ്റാഗ് ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൈസാണ് നമുക്ക് എത്രയും വരുന്നത്. നമുക്ക് റോഡ് ടാക്സ് എത്ര വരുന്നുണ്ട്? റോഡ് ടാക്സ് നമുക്ക് 5 ലക്ഷത്തിന് മേളിലേക്ക് 5 ലക്ഷത്തിന് താഴെ അങ്ങനെ ഒരു സെപ്പറേറ്റ് തിരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പെർസെന്റേജ് അനുസരിച്ചാണ് വരുന്നത്. ഇപ്പം നമുക്ക് 5 ലക്ഷത്തിന് മേളിലേക്ക് വരുമ്പോഴത്തേക്ക് ഏകദേശം 13% റോഡ് ടാക്സ് നമ്മുടെ അതിനകത്ത് വരുന്നുണ്ട്. 13. അപ്പം അതുകൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ 15 വർഷത്തെ റോഡ് ടാക്സ്, ബമ്പർ ടു ബമ്പർ, ഫുൾ B2B വരുന്നുണ്ട് 1 ഇയർ പ്ലസ് 3 ഇയർ തേർഡ് പാർട്ടിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വാറണ്ടി ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് എക്സ്റ്റെൻഡ് വാറണ്ടി കൂടെ എടുത്തിട്ടാണ് നമുക്ക് 7,74,000 രൂപയ്ക്കാണ് നമുക്ക് വണ്ടി ഓൺ റോഡ് പ്രൈസ് വരുന്നത്. 7,74,681 നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ബേസ് മോഡൽ. അതെ, അതിന്റെ VXi ആകുമ്പോൾ 8,68,629 നമുക്ക് VXi മോഡൽ വരുന്നത്. അതിന്റെ ജസ്റ്റ് മേളിലേക്കുള്ള അതാകുമ്പോൾ മ്യൂസിക് സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറർ വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഫീച്ചേഴ്സ് ഉള്ള വ്യത്യാസമാണ് നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ VXi ഓപ്ഷണൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 9,974,000 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. VXi ഓപ്ഷണൽ ഇത്രയും. പിന്നെ അതിന്റെ ഫീച്ചേഴ്സിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആഡ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ സുസുക്കി കണക്ട് വരുന്നുണ്ട്, മിറർ ഓട്ടോ ഫോൾഡിംഗ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം VXi ഓപ്ഷനിൽ വരുന്നുണ്ട്, വ്യത്യാസം വരുന്നത്. കൊടുക്കുന്ന പൈസക്ക് അതെ. പിന്നെ ZXi എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കണ്ട വേരിയന്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് അത് 9,85,333 മോഡൽ 33 രൂപയാണ് നമുക്കത് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിലുള്ള വ്യത്യാസങ്ങൾ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനകത്ത് നമുക്ക് അലോയ് വീല് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വയർലെസ് ചാർജിങ്ങും എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്നുണ്ട്. റിയർ AC വെന്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യം റിയർ വൈപ്പർ വരുന്നുണ്ട്. അപ്പം അത് അത്യാവശ്യം വരുന്നുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ZXi പ്ലസ് എന്ന് പറയുന്ന മോഡലാണ് വരുന്നത്. അതാകുമ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 10,67,369 വണ്ടി ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിനകത്താകുമ്പോൾ ക്യാമറ കാര്യങ്ങളെല്ലാം പിന്നെ അലോയ് വീൽ വ്യത്യാസമുണ്ട്. അതെ, അതേ വ്യത്യാസങ്ങൾ. പിന്നെ സ്റ്റിയറിംഗ് ഗ്രിപ്പ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെതർ ഫിക്സ് ഇതായിട്ടുള്ള സ്റ്റിയറിംഗ് ഗ്രിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്നത്. അപ്പം അതിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റ് വരുമ്പോഴത്തേക്കും VXi തൊട്ടാണ് നമുക്ക് ഇതിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റ് കിട്ടുള്ളൂ. ബേസ് മോഡൽ LXiയിൽ നമുക്ക് കിട്ടത്തില്ല, അവൈലബിൾ അല്ല ഇപ്പം. അപ്പോൾ അതിന്റെ VXi വേരിയന്റിലാണ് നമുക്കിത് വരുന്നത്. VXi ഓപ്ഷണൽ, ZXi പ്ലസ് അങ്ങനെ വേരിയന്റിൽ വരുന്നുണ്ട്. VXi ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് വരുന്നത് 9,21,247 ഓൺ റോഡ് പ്രൈസ്. ഞാനിപ്പോൾ പറഞ്ഞത് മുഴുവൻ ഓൺ റോഡ് പ്രൈസ് ആണ്. VXi ഓപ്ഷനിൽ വരുമ്പോൾ 9,52,758. നമുക്കിപ്പം ZXi ഓട്ടോമാറ്റിക് വരുന്നത് 10,67,000 രൂപയാണ് നമുക്ക് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ZXi പ്ലസ് ആകുമ്പോഴത്തേക്കും പ്ലസിന് ഇതിന്റെ ഡ്യുവൽ കളർ വരുമ്പോഴത്തേക്കും 10,54,000 നമുക്ക് മാനുവലി വരുന്നത്. മാനുവൽ മോഡലിൽ ആ വരുന്നത്. നമുക്കിത് ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്കും ZXiക്ക് 10,37,953 10,37,953 നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നത്. ഇതിൻ്റെ ZXi പ്ലസ് ആകുമ്പം 11,19,989 വണ്ടി ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ VXi മാനുവലും VXi ഓട്ടോമാറ്റിക്കും തമ്മിൽ ഏകദേശം ഒരു 52,000 രൂപയുടെ വ്യത്യാസങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഇതിനകത്ത് പ്രൈസ് തമ്മിൽ, എൻ്റെ ഓൺ റോഡ് പ്രൈസ് തമ്മിൽ ഏകദേശം 52,000 രൂപയുടെ അതെ മാറുമ്പോൾ. പിന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ഫ്രീ ആണ്. നമുക്ക് ട്രാവലിംഗ് കുറച്ചുകൂടി ഈസിയാണ്. നമുക്ക് ഫ്രീ ഹാൻഡിലായിട്ട് നമുക്ക് നടക്കാം. ഇപ്പം കൂടുതലും നമുക്കിപ്പം മാർക്കറ്റിൽ അത്യാവശ്യം പോകുന്നത്, എനിക്ക് തോന്നുന്നു സെലേറിയയിലാണ് നമ്മൾ ഓട്ടോമാറ്റിക് കൊണ്ടുവന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ അതെ. ആദ്യമായിട്ട് നമുക്ക് വണ്ടിയിൽ ഓട്ടോമാറ്റിക്കിന്റെ ഒരു തരംഗം കൊണ്ടുവന്നത് ശരിക്കും സെലേറിയാണ്. സെലേറിയിൽ നിന്നാണ് എല്ലാ വേരിയന്റിലേക്കും മാറി. വാഗണാർ, കേട്ടൺ, പിന്നെ സ്വിഫ്റ്റ് വലിയ വണ്ടികളിലൊക്കെ എല്ലാത്തിലും മാറിയത്
സെലേറിയിൽ നിന്നാണ് അതിലേക്ക് മാറിയത്. ഇപ്പം കൂടുതൽ ആൾക്കാർ നമ്മുടെ ഈ വണ്ടി ഇപ്പം ചൂസ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അത് കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നിലവിലെ ട്രാഫിക് ഒക്കെ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഫ്രീ ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാനും ക്ലച്ച് ചവിട്ടിയിട്ടുള്ള ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതും നമുക്ക് കുറഞ്ഞു. പിന്നെ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ മാനുവലിന്റെ കാലം അല്ലെങ്കിൽ മാനുവലിന്റെ സെയിം മൈലേജും കൂടെ കിട്ടുന്നതുകൊണ്ട് ആൾക്കാർ ഇപ്പം ഈ പറഞ്ഞ ഞാനിപ്പോൾ പറഞ്ഞ പോലെ 52,000 രൂപയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. അവർ വിചാരിക്കുന്ന അതാണ് നല്ലത് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഓട്ടോമാറ്റിക്കിൽ തന്നെ നമുക്കിത് മാനുവൽ ഓപ്ഷൻ കൂടെ ഉള്ളതുകൊണ്ട് ജെൻസിന് അതും കൂടെ അവർ നോക്കുന്ന മാനുവൽ ഓപ്ഷൻ കൂടെ ഉണ്ടല്ലോ. അപ്പം ഇപ്പൊ നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ഗിയർ ഇട്ട് നമുക്ക് സുഖം കിട്ടുന്നത് അതാണല്ലോ. അപ്പൊ അതുകൊണ്ട് അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അപ്പം അന്നേരം പറയും ഓക്കെ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അത് എടുക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് വരുന്നുണ്ട്. നേരത്തെ എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് അത്ര പോകത്തില്ലായിരുന്നു, മൈലേജ് ഇഷ്യൂ വരുന്നതുകൊണ്ട് ഭയങ്കരമായിരുന്നു. ഇപ്പൊ പക്ഷേ ഈ ഒരു AGS ടെക്നോളജി, ഓട്ടോ ഗിയർ ഷിഫ്റ്റ് ടെക്നോളജി വന്നത് കൊണ്ടാണ് നമുക്ക് മൈലേജ് ഇപ്പൊ പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടുന്നത്. ഡ്രോപ്പ് ആകുന്നില്ല. അതെ, മൈലേജ് ഡ്രോപ്പ് ആകുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് മൈലേജും കിട്ടുന്നുണ്ട്. പിന്നെ ആൾക്കാർക്ക് സുഖമായിട്ട് ഇപ്പോൾ വണ്ടി ഓടിക്കാനും പറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് ഓട്ടോമാറ്റിക് ഓടിക്കാൻ നേരത്തെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാര്യം വെച്ചാൽ അത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന മെത്തേഡ്, പിന്നെ റിവേഴ്സ് ഗിയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതെല്ലാം എല്ലാത്തിനും ബ്രേക്ക് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഇതെല്ലാം സെലക്ട് ആവുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ ഇതിൽ നിന്ന് മാനുവലിലേക്ക് തന്നെ റണ്ണിങ്ങിൽ തന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനെ ഓപ്ഷൻ കൂടെ ഉണ്ട്. പിന്നെ വണ്ടിയുള്ള കുത്തനെയുള്ള കയറ്റത്തിലാണെങ്കിലും ചിലവർ വിചാരിക്കും ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തിരിഞ്ഞിറങ്ങി പോരുമോ, അതിനല്ലാതെ ഹിൽ ഹോൾഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ വണ്ടി ഇറക്കത്തിലാണെങ്കിൽ പോലും നമ്മൾ ഗിയറിലിട്ട് ഇറക്കണമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഓട്ടോമാറ്റിക് ഗിയർ ആണെങ്കിലും ഇറക്കത്തിൽ ഈ മാനുവൽ ഗിയറിലിട്ട് വേണം ഇറക്കാൻ. എഞ്ചിൻ ബ്രേക്ക് കൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും. കാര്യം നമുക്ക് ഓട്ടോമാറ്റിക് ആകുമ്പോഴത്തേക്കും ഈ ഗിയർ മോഡൽ കൂടെ കൊടുത്തില്ലെങ്കിൽ ഈ വണ്ടിയുടെ ഇറക്കത്തിൽ സ്പീഡ് കൂടും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗിയറിൽ ഇടുന്നത്. ഗിയർ ഇട്ട് അതെ പിടുത്തം കൊണ്ട് നമുക്ക് എഞ്ചിനൊരു ബ്രേക്കിംഗ് കൂടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് എടുക്കുന്നവർക്ക് അവയർനെസ് കൊടുക്കാറുണ്ടോ? നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്ന എല്ലാ കസ്റ്റമേഴ്സിനും അവയർനെസ് കൊടുക്കാറുണ്ട്. പിന്നെ ഫീഡ്ബാക്കിന് വേണ്ടി വിളിക്കും. നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ വിളിക്കും. പിന്നെ അത് 10 ദിവസം കഴിഞ്ഞ് വിളിക്കാറുണ്ട്. കാര്യം വെച്ചാൽ നമ്മൾ കസ്റ്റമറെ പക്കയായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. കാര്യം അവർക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ വണ്ടി എടുക്കുന്ന സമയത്ത് അറിവുണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂടെ നമുക്ക് വേണ്ടിയിട്ട് വീഡിയോസിന് വേണ്ടിയിട്ട് സഹകരിച്ചത് നമ്മുടെ വിനോദ് സാറാണ്. വിനോദ് സാർ വർക്ക് ചെയ്യുന്നത് ചേർത്തല SM കോളേജിൻ്റെ ഓപ്പോസിറ്റുള്ള ഇൻഡസിൻ്റെ ഷോറൂമിലാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ഇപ്പോൾ നമ്മളുമായിട്ട് ഇത്ര നേരം സഹകരിച്ചതിന് വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. ഇനി മാരുതിയുടെ ഏത് വാഹനം വേണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. മാരുതിയുടെ വാഹനങ്ങൾ ഏതായാലും എടുക്കുവാനായിട്ടാണെങ്കിലും ആക്സസറീസ് ആഡ് ചെയ്യാനാണെങ്കിലും നമുക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് വിനോദ് സാറിൻ്റെ നമ്പർ നമ്മൾ ഇതിൻ്റെ അത് കൊടുക്കുന്നതായിരിക്കും. മാരുതിയുടെ ഭാഗത്തുനിന്ന് കസ്റ്റമേഴ്സിന് എന്ത് സപ്പോർട്ട് ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം. അപ്പം ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ ഞെക്കുക. നമുക്ക് കൂടുതൽ ചാനലിലൂടെ കൂടുതലായിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും ഇനിയും ഉണ്ടാകുന്നതാണ്. അപ്പം നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കുക. ഈ ഫോർമാറ്റിക് എന്നുള്ളൊരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് പുതിയ വാഹനങ്ങളും വിശേഷങ്ങളുമായി പുതിയ വീഡിയോ കാണാം. സൈനിങ് ഓഫ്, സിദ്ധു ആൻഡ് നിയാസ്.